أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين. ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون. അവരോട് പറയുക, സത്യത്തിൽ അള്ളാഹുവിങ്കലുള്ള പരലോക ഭവനം മറ്റു ജനങ്ങൾക്കൊന്നുമില്ലാതെ നിങ്ങൾക്ക് മാത്രമുള്ളതാണെങ്കിൽ നിങ്ങൾ മരിക്കാൻ കൊതിക്കേണ്ടതാകുന്നു. ആ വിചാരത്തിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അവർ ഒരിക്കലും അത് ആഗ്രഹിക്കില്ലെന്നുറപ്പിച്ചു കൊള്ളുക. അവരുടെ കരങ്ങൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ നിമിത്തം അവർ അങ്ങോട്ട് ചെല്ലാൻ ആഗ്രഹിക്കുകയില്ല തന്നെ. ഈ അക്രമികളുടെ അവസ്ഥ നന്നായി അറിയുന്നവനത്രേ അള്ളാഹു. മറ്റു സകല ജനത്തെക്കാളും ജീവിക്കാൻ അത്യാർത്തിയുള്ളവരായി നിനക്കവരെ കാണാം. എത്രത്തോളം എന്നാൽ ഇക്കാര്യത്തിൽ ബഹുദൈവാരാധകരുടെയും മുന്നിലാണ് അവർ. എങ്ങനെയെങ്കിലും 1000 ആണ്ടുകൾ ജീവിച്ചെങ്കിൽ എന്നാണ് അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ആയുസിന്റെ ദൈർഘ്യം അവരെ ദൈവിക ശിക്ഷയിൽ നിന്ന് അകറ്റാൻ ഒട്ടും പര്യാപ്തമല്ല തന്നെ. അള്ളാഹു അവരുടെ ചെയ്തികളെല്ലാം വീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ ഈ കൂടിയിരുത്തം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ലഭിക്കുന്ന വിജ്ഞാനങ്ങൾ ജീവിതത്തിൽ പകർത്തി പരലോക വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ നാം പഠിക്കുന്ന ഖുർആനിന്റെ വെളിച്ചം കുടുംബത്തിലേക്ക് പകർത്തി കൊടുക്കുവാനും അതുപോലെ നമുക്ക് കുടുംബത്തോടൊപ്പം സ്വർഗം പുൽകാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലും 94, 95, 96 3 ആയത്തുകളാണ് ഞാൻ ഓതി അർത്ഥം വായിച്ചത്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ബഖറയാണ്. ബനി ഇസ്രായേലരെ കുറിച്ച്, അവരുടെ ചെയ്തികളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ട തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, നുഅ്മിനു, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇറക്കപ്പെട്ട, പക്ഷെ അതിനുശേഷം വന്നതിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്നുള്ള തരത്തിലാണ് അവർ പറഞ്ഞത്. അപ്പൊ അള്ളാഹു കഴിഞ്ഞ ക്ലാസ്സിലെ 2 ആയത്തുകൾ അള്ളാഹ് ചോദിച്ചിരുന്നു, നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പ്രവാചകന്മാരെ കൊല്ലുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അതായിരുന്നു. പിന്നെ എന്താണ് നിങ്ങൾ സെമിഅനാവാസന, നിങ്ങൾ കേട്ടു, നിങ്ങൾ ധിക്കരിക്കുന്നു. നിങ്ങളുടെ അതായത് ഞാൻ നിങ്ങൾക്ക് നൽകിയ കരാറുകളൊക്കെ എത്ര പെട്ടെന്നാണ് നിങ്ങളത് പൊട്ടിച്ചു കളയുന്നത്. നിങ്ങൾ പിന്നീട് ആ പശുക്കുട്ടിയെ വീണ്ടും നിങ്ങൾ അക്രമികളായിക്കൊണ്ട് പശുക്കുട്ടിയെ നിങ്ങൾ സ്വീകരിച്ചു. ഇങ്ങനെ അള്ളാഹു അവരെ കുറച്ച് ചാലഞ്ചസ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അള്ളാഹ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിസമായ അമുറുക്കും ബിഹിമാനുക, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടാണ് നിങ്ങളെ വിശ്വാസം നിങ്ങളോട് പറയുന്നതെങ്കിൽ എന്തൊരു ചീത്തയാണ് നിങ്ങളോട് നിങ്ങളുടെ വിശ്വാസം കൽപ്പിക്കുന്നത്. ഇൻകുന്തു മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെന്ന് ജൽപ്പിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. ഈ ആയത്തിലും അള്ളാഹ് അവരെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ വിശ്വാസികളാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഖുൽ ഇൻ കാനത് ലക്കുമുദ്ദാറുൽ ആഖിറതു ഇൻദല്ലാഹി ഖുൽ ഇൻ കാനത് ലക്കുമുദ്ദാറുൽ ആഖിറതു ഇൻദല്ലാഹി ഖാലിസതൻ മിൻ ദൂനിൻ നാസി ഫതമന്നവുൽ മൗത ഇൻ കുൻതും സാദിഖീൻ.
അതായത് അവരോട് പറയാണ് പ്രവാചകനോട്, അവരോട് പറഞ്ഞേക്കുക സത്യത്തെ, അവരോട് ചോദിക്കുക, ശരിക്കും സത്യത്തിൽ അള്ളാഹുവിങ്കലുള്ള പരലോക ഭവനം മറ്റു ജനങ്ങൾക്കൊന്നുമില്ലാതെ നിങ്ങൾക്ക് മാത്രമുള്ളതാണെങ്കിൽ നിങ്ങൾ മരിക്കാൻ കൊതിക്കേണ്ടതാകുന്നു. ആ വിചാരത്തിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. അള്ളാഹ് വീണ്ടും ചോദിക്കുന്നത് കണ്ടോ, ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ ആ അള്ളാഹുവിന്റെ അടുത്ത് അവരിതിനു മുന്നേ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾക്കുള്ളതാണ് സ്വർഗം, ഞങ്ങൾ അങ്ങനെയായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നവരാണ് എന്നൊക്കെ. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങൾക്ക് ആ പരലോക ഭവനം മറ്റു ജനങ്ങൾക്കുമൊന്നുമില്ലാതെ നിങ്ങൾക്ക് മാത്രമാണെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഫതമന്നവുൽ മൗത്ത, നിങ്ങളൊന്ന് മരണം ആഗ്രഹിക്കൂ. നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടല്ലോ, പരലോകത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾ ഫതമന്നവുൽ മൗത്ത, നിങ്ങൾ മരണം ആഗ്രഹിച്ചു കൊള്ളുക. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ ആ പറയുന്ന കാര്യത്തിൽ സത്യവാന്മാരാണെങ്കിൽ. അപ്പൊ അവരുടെ ഒരു ഇത് നോക്കൂ, അള്ളാഹ് പറയാണ്, വലം യതമന്നഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കരങ്ങൾ ചെയ്തു വെച്ചതിന്റെ ഫലമായി എന്താണ്, അവർ ഒരിക്കലും തന്നെ ആ മരണം ആഗ്രഹിക്കുകയില്ല. അങ്ങോട്ട്, അതായത് വല്ലാഹു അലീമും ബിൽ ളാലിമീൻ, അള്ളാഹു തീർച്ചയായും അക്രമികളെ നന്നായി അറിയുന്നവനാണ്. അതായത് അള്ളാഹ് വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫതമന്നൗൽ മൗത്ത, നിങ്ങൾ മൗത്തിനെ നിങ്ങൾ ആഗ്രഹിക്കുക. പക്ഷെ അള്ളാഹ് പറയാണ്, അവർ ഒരിക്കലും തന്നെ മൗത്തിനെ അവർ ആഗ്രഹിക്കുകയില്ല. കാരണം എന്താണ്, അവരുടെ കൈകൾ ചെയ്തു വെച്ചതിന്റെ ഫലമായി. നമുക്ക് ഈ രണ്ടായത്തിന്റെ അർത്ഥം ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇൻ കുന്തും സാദിഖീൻ, ല്ലേ? ഇതില് കുൽ, അർത്ഥം നോക്കിക്കോളൂ ട്ടോ. പെന്നും പേപ്പറും ഉള്ളവര്, പെന്നും ബുക്കുള്ളവര് എഴുതുക. കുൽ, നീ പറയുക. കുൽ, നീ പറയുക. കുൽ അറിയാത്തവരുണ്ടാവില്ലല്ലേ. കുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു, ആ സൂറത്ത് 3 സൂറത്തില്ലേ, 3 കുൽ എന്ന് അതിന് പറയാം. കുൽ അല്ലാഹു അഹദ്, കുൽ ഔ റബ്ബിൻ നാസ്, കുൽ ഔ റബ്ബിൽ ഫലക്. അപ്പൊ കുൽ, ആ കുൽ തന്നെയാണ് ഇവിടെ. കുൽ, നീ പറയുക. ഇൻ കാനത്ത്, ആണെങ്കിൽ. ഇന്നെന്ന എങ്കിൽ, അത് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇൻഷാ അള്ളാഹ് നമ്മൾ പറയാറില്ലേ, ഇൻഷാ അള്ളയിലെ ഇന്ന് തന്നെയാണ്. ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇത് ചെയ്യും എന്ന് ആ ഒരു പറയലാണല്ലോ ഇൻഷാ അള്ളാഹ്. അപ്പൊ ഇൻ, എങ്കിൽ, കാനത്ത്, ആണെങ്കിൽ. കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ്. ആയിരുന്നു, കാനു അവരായിരുന്നു, അങ്ങനെ. കാനത്ത്, ആയിരുന്നെങ്കിൽ, കാനത്ത് എന്നുള്ള സ്ത്രീലിംഗം ആയതുകൊണ്ട് ലക്കും, നിങ്ങൾക്കായിരുന്നെങ്കിൽ. ഇൻ കാനത്ത്, ആണെങ്കിൽ അല്ലെങ്കിൽ ആയിരുന്നെങ്കിൽ, ലക്കും, നിങ്ങൾക്ക്. അത് ചോദിക്കാണ്, കുൽ, നീ അവരോട് ചോദിക്കുക. ഇൻ കാനത്ത് ലക്കും, നിങ്ങൾക്കാണെങ്കിൽ, അദ്ദാറുൽ ആഖിറ, എന്താണെങ്കിൽ, ദാറുൽ ആഖിറ, പരലോക ഭവനം. ദാറ് എന്ന് പറഞ്ഞ വീട്, ല്ലേ? ദാറ്, ദുയൂറ്, ദാറ് എന്ന് പറഞ്ഞ വീട് എന്നാണ്. വീടിന് പറയുന്ന വേറെ എന്താണ് ബൈത്ത് പറയൂല്ലേ, ബൈത്ത്. ദാറ്, ദുയൂറ്, അല്ല സോറി, ദിയാറ്. ദാറ് ദിയാറാണ്. ദിയാരിഹി എന്ന് ഖുറാനിൽ പല സ്ഥലങ്ങളിലുണ്ട്. ദാറ് ദിയാറ്. അപ്പൊ ദാറുൽ ആഖിറ, ആഖിറ എന്ന് പറഞ്ഞാൽ എന്താണ്, അവസാനം അല്ലെ, ആഖിറത്ത് തന്നെ, അതന്നെ പരലോകം. പരലോക ഭവനം നിങ്ങൾക്കാണെങ്കിൽ, ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുത്ത്. ഖാലിസത്തൻ എന്നുള്ള പുതിയ വാക്കാണ് അല്ലെ, ഖാലിസത്തൻ. ബാക്കിയെല്ലാം ഫെമിലിയർ ആണ്. കൊൽ, നീ പറയുക. ഇൻ കാനത്ത്, ആണെങ്കിൽ, ലക്കും, നിങ്ങൾക്കും പറഞ്ഞാൽ നിങ്ങൾ, അഖുലാന്ന് കൂടുമ്പോ നിങ്ങൾക്ക് എന്നാവും. നിങ്ങൾക്ക് നാറുൽ ആഖിറ, പരലോക ഭവനം നിങ്ങൾക്കാണെങ്കിൽ, ഇൻദല്ലാഹി, ഇന്താന്ന് പറഞ്ഞാൽ അടുത്ത്, ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുത്ത്. ഖാലിസ എന്ന് പറഞ്ഞാല് പ്രത്യേകമായി എന്നാണ്, മാത്രമായി, സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് മാത്രമാണ്, വേറെ ആർക്കും ഇല്ലാതെ എന്നുള്ള അർത്ഥത്തിലാണ് ഖാലിസ എന്ന് പറയുന്നത്. മാത്രം. ഖാലിസത്ത്, മാത്രമായി. മിൻ ദൂനിന്നാസി, ഇവിടെ എന്താണ് പുതിയ വാക്ക്, നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. മിൻ ദൂന് എന്ന് പറഞ്ഞാൽ കൂടാതെ. മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം എന്നാണ്. ദൂന് എന്ന് പറഞ്ഞാലാണ് എക്സെപ്റ്റ്, എക്സ്ക്ലൂഡിംഗ് എന്നുള്ള അർത്ഥം. മിൻ ദൂനി ദാലിക ഫതമന്നൗൽ മൗത്ത്, അല്ലെ? അങ്ങനെ വേറെ സ്ഥലങ്ങളുണ്ട്. ദൂന് എന്ന് പറഞ്ഞാൽ കൂടാതെ. അപ്പൊ മിൻ ദൂനിന്നാസി, ജനങ്ങളെ കൂടാതെ, ഖാലിസത്തൻ, നിങ്ങൾക്ക് മാത്രമായിട്ട്, ഖാലിസത്തൻ, മാത്രമായി. മനസ്സിലായോ? കുൽ, നീ പറയുക, നീ അവരോട് പറയുക. ഇൻ കാനത്ത് ലക്കുമു ദാറുൽ ആഖിറ, ദാറുൽ ആഖിറ നിങ്ങൾക്കാണെങ്കിൽ, ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുത്ത്, ഖാലിസത്തൻ, മാത്രമായിട്ട്, നിങ്ങൾക്ക് മാത്രമായിട്ട്, പരലോക ഭവനം അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങൾക്ക് മാത്രമാണെങ്കിൽ, മിൻ ദൂനിന്നാസി, മറ്റ് ജനങ്ങളെന്നും കൂടാതെ നിങ്ങൾക്ക് മാത്രമാണെങ്കിൽ എന്നുള്ള പറയാണ്. അങ്ങനെയെങ്കിൽ അപ്പോൾ, തമന്നൗ, നിങ്ങൾ കൊതിക്കുക. തമന്നൗ എന്ന് പറഞ്ഞാല് തമന്നൗ എന്നാണ്. അപ്പോ തമന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊതിക്കുക. അതിനാൽ, അല്ലെങ്കിൽ അപ്പോൾ, നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ മേലെ, അപ്പൊ അതിനാൽ, തമന്നൗ എന്ന് പറഞ്ഞാൽ തമന്ന യതമന്ന എന്നാണ് വാക്ക് ട്ടോ. തമന്ന എന്ന് പറഞ്ഞാൽ കൊതിക്കുക, ആഗ്രഹിക്കുക എന്നൊക്കെയുള്ള അർത്ഥം.
ഫതമന്നൗ നിങ്ങൾ കൊതിക്കുക അൽ മൗത്ത മരണത്തെ. അൽ മൗത്ത താന്ന് കണ്ടോ, താന്ന് പറയുമ്പോ മരണത്തെ അങ്ങനെ അത് മഫൂലും ബിഹൈറ്റ് വരിക ഗ്രാമറിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫതമന്നൗൽ മൗത്ത നിങ്ങൾ ഇവിടെ മരണത്തെ ആഗ്രഹിച്ചുകൊള്ളുക. ഇൻ കുന്തും സാദിഖീൻ. ഇവിടെ സാദിഖീൻ കാണുന്നില്ലല്ലേ സ്ലൈഡിൽ താഴോട്ടേക്ക്. അത് പിന്നെ ഓക്കെ. ഇൻ കുന്തും സാദിഖീൻ നിങ്ങൾ ഇവിടെ സാധിക്കുന്നുണ്ട്. ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ, ഇന്നുള്ള എങ്കിൽ, കുന്തും എന്നുള്ളത് കാനയുടെ ഒരു ഫോമാണ് കേട്ടാ. കാന കാന കാനു അങ്ങനെ കാനത്ത് കാനത്ത അങ്ങനെ വരുന്നതാണ്. കുന്ത കുന്തുമാ കുന്തും എന്ന് വരും. പിന്നെ മുന്നേ ഒരു ഗ്രാമറിന്റെ ടേബിൾ പഠിച്ചതാണ്, അതിലുള്ള ഒരു ഫോമാണ് കുന്തും എന്നുള്ളത്. 3 3 6 9ാമത്തെ ഫോമാണ്. മെയിൽ ഒരു ഫ്ലൂറൽ ആയിട്ട് വരുമ്പോ കുന്തും നിങ്ങളാണെങ്കിൽ. നിങ്ങളാണെങ്കിൽ സാദിഖീൻ. സാദിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യവാൻ. സത്യവാന്റെ പ്ലൂരലാണ് സാദിഖീൻ, സത്യവാൻമാർ. അപ്പൊ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫതമന്നൗൽ മൗത്ത മരണത്തെ കൊതിക്കും. അപ്പൊ ഈ ആയത്ത് കഴിഞ്ഞല്ലോ, വളരെ സിമ്പിൾ ആണ്. ഖുൽ നീ അവരോട് ചോദിക്കുക, ഇൻ കാനത് ലകുമു ദാറുൽ ആഖിറത്തു ഇൻദല്ലാഹി ഖാലിസത്തൻ. ഈ ദാറുൽ ആഖിറ പരലോക ഭവനം അള്ളാഹുവിന്റെ അടുത്ത് മറ്റു ജനങ്ങളെ കൂടാതെ നിങ്ങൾക്ക് മാത്രമാണെങ്കിൽ, മനസ്സിലായോ? ഫതമന്നൗൽ മൗത്ത നിങ്ങൾ മരണത്തെ കൊതിച്ചുകൊള്ളുക. അതിനാൽ നിങ്ങൾ മരണത്തെ, അപ്പോൾ നിങ്ങൾ മരണത്തെ കൊതിച്ചുകൊള്ളുക. അപ്പൊ ഇൻ കുന്തും നിങ്ങൾ സാദിഖീൻ സത്യവാൻ, അതായത് നിങ്ങൾ ആ പറയുന്ന വാക്കിൽ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ, അതായത് നീ മുന്നേ പറഞ്ഞ വാക്കുകളാ പറയുന്നത് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെയാണ്, ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഇങ്ങനെ ഉണ്ടാവും, പരലോകത്ത് ഇങ്ങനെ ഉണ്ടാവും എന്ന് കുറെ വാക്കുകൾ പറഞ്ഞല്ലോ. ആ പറഞ്ഞതിൽ സത്യമാണെങ്കിൽ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അള്ളാഹ് പറയാണ് വലൻ യതമന്നൗഹു അബദ, അതായത് ആൻഡ് ലൻ യതമന്നൗ, അവർ ആഗ്രഹിക്കുകയില്ല. സെയിം വാക്കാണ് കേട്ടോ. ഈ ഒരു ആയത്തിൽ ഇപ്പൊ നമുക്ക് ബുദ്ധിമുട്ട് എന്ന് പറയാൻ എത്ര വാക്കുകളെന്ന് വെച്ചാൽ, ഹാലിസത്ത് പുതിയ വാക്കാണ്, വളരെ റെയർ ആണ്. ഹാലിസത്ത്, അതുപോലെ തമന്ന കുറച്ച് ഫെമിലിയർ അല്ലാത്തൊരു വാക്കാണ് തമന്ന. ബാക്കി മൗത്ത്, സാദിഖ്, ഖാന, കുൻതും, ദാറ്, ആഖിറ, ഇന്ദല്ലാ ഇതൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകളാണ്. അപ്പൊ ഹാലിസത്തും തമന്നയാണ് കുറച്ച് പഠിക്കാൻ പ്രയാസമായിട്ട് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തരും പഠിച്ചതിന്റെ ലെവൽ അനുസരിച്ചിരിക്കും, ചിലർക്ക് ഫുള്ള് പ്രയാസമായിരിക്കും. ഇപ്പൊ വലൻ യതമന്നൗഹു ലൻ യതമന്ന, ഈ യതമന്ന എന്നതും മുന്നത്തെ തമന്നയുടെ മുളാരിയാണ്. തമന്ന യതമന്ന. എന്തുകൊണ്ട് ഇവിടെ മുളാരിയായ വാക്ക് ഉപയോഗിച്ചു, യതമന്ന ഉപയോഗിച്ചു വെച്ചാൽ ലെൻ എന്ന വാക്ക്, ലെൻ എന്നുള്ളതിന്റെ അർത്ഥം കുകയില്ല, വിൽ നോട്ട് എന്നാണ്. ലെൻ എന്ന് പറയുമ്പോ ലെൻ. അപ്പൊ ലൻ യതമന്ന എന്ന് പറയുന്നത് അവർ കൊതിക്കുകയില്ല, അവർ കൊതിക്കുകയില്ല. അപ്പൊ ഈ ലെന്നിന് ശേഷം വരുന്ന ഏതൊരു വെർബും എപ്പോഴും മുതാരി ആയിരിക്കും. അതൊരു കണ്ടീഷനാണ് കേട്ടോ. ലെൻ ഓർ ലം. ലം ലം എന്ന് പറഞ്ഞാൽ ഡിഡ് നോട്ട്, ഇല്ല എന്നർത്ഥം. കൊതിക്കുകയില്ല, വിൽ നോട്ട് എന്നാണ്. അപ്പൊ ലം ലം യതമന്ന ലൻ യതമന്ന നമ്മൾ കൊതിക്കുകയില്ല. മനസ്സിലായില്ല? അപ്പൊ ലെൻ ആൻഡ് ലമ്മിന്റെ ശേഷം വരുന്ന വെർബുകൾ എപ്പോഴും മുതാരി ആയിട്ട് ഉപയോഗിക്കാൻ പാടും. അതൊരു കണ്ടീഷനാണ്. വലൻ യതമന്നഹു അവരൊരിക്കലും ആഗ്രഹിക്കുകയില്ല. യതമന്നൗഹു എന്ന് പറയുന്നത് എന്തിനെയാണ്? ഹു, അതിനെ ആഗ്രഹിക്കുകയില്ല. എന്താണ് അത്? മൗത്തിനെയാണ് പറയുന്നത്. മേലെ അവര് പറഞ്ഞല്ലോ മൗത്ത്. അള്ളാഹ് ചോദിച്ചു ഫതമന്നൗൽ മൗത്ത, നിങ്ങൾ മരണത്തെ കൊതിച്ചോളൂ എന്നാൽ. അപ്പൊ ഇവിടെ പറഞ്ഞു വലൻ യതമന്നൗഹു, അവർ അതിനെ, അതായത് ആ മരണത്തെ ഒരിക്കലും അവർ കൊതിക്കുകയില്ല. അബദ. അബദ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്നാണ് കേട്ടോ. ഒരിക്കലും. ഒരിക്കലും എന്ന് പറയുന്നത് ഫോർ എവർ, അവര് എന്ന് പറഞ്ഞാല് എന്നേക്കും അവർ കൊതിക്കയില്ല എന്നർത്ഥം. അപ്പൊ ഖാലിദീന ഫീഹ അബദ എന്ന് പറയല്ലേ, സ്വർഗത്തിൽ എല്ലാവരും സ്ഥിര താമസമായിട്ടാണ് ല്ലേ താമസിക്കുന്നത്. അപ്പൊ അതുപോലെ അബദ എന്ന് പറയുന്നത് ഫോർ എവർ, അവര് അങ്ങനെ ഒരിക്കലും എന്നുള്ള അർത്ഥത്തിലാണ്. വലൻ യതമന്നൗഹു അബദ, അവരൊരിക്കലും അതിനെ ആഗ്രഹിക്കുകയില്ല. അതിനെ എന്ന് പറഞ്ഞാൽ മൗത്തിനെ. എന്തുകൊണ്ട് ആഗ്രഹിക്കാത്തത്? ബിമാ, എന്തുകൊണ്ടെന്നാൽ. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, മാ എന്താണ് എന്നുള്ള അർത്ഥം. മാ എന്താണ്, യാതൊന്ന് എന്നൊക്കെ പറയാം. അപ്പൊ ബിമാ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ, എന്താണ് അവർ ആഗ്രഹിക്കാത്തതിന്റെ കാരണം? ഖദ്ദമത് ഐദീഹിം. ഖദ്ദമത് ഐദീഹിം. ഖദ്ദമത് ഐദീഹിം എന്ന് പറയുമ്പോ ഇവിടെ നോക്കൂ, ഐദ് എന്ന് പറഞ്ഞാൽ കൈകൾ എന്നാണ്. യത് കൈ, യത് കൈ, ഐദ് കൈകൾ. അപ്പൊ ഐദീഹിം അവരുടെ കൈകൾ, ഉണ്ടോ? അവരുടെ കൈകൾ. ഖദ്ദമ എന്നുള്ള വാക്കിന്റെ അർത്ഥം മുൻകൂട്ടി ചെയ്തത്, മുൻകൂട്ടി പ്രവർത്തിച്ചു എന്നുള്ളത്. ഇതിന്റെയൊക്കെ ഞാനൊരു നോട്ട് എഴുതിയിട്ട് ഫോട്ടോ ഇടാം കേട്ടോ. അതിന്റെ ഗ്രാമർ ഞാൻ ഈ പറയുന്നത് നോട്ട് എഴുതിയിട്ട് ലാസ്റ്റ് ഇട്ടുതരാം. ഖദ്ദമ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പ്രവർത്തിച്ചു. അപ്പൊ ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കൈകൾ മുൻകൂട്ടി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് അവരൊരിക്കലും അതിനെ ആഗ്രഹിക്കുകയില്ല എന്നാണ് പറഞ്ഞത്.
മനസ്സിലായില്ലേ? വലൻ യതമന്നൗഹു, അവർ അതിനൊരിക്കലും അല്ല അബദ, അവർ അതിനൊരിക്കലും ആഗ്രഹിക്കുകയില്ല. ബിമാ, എന്തുകൊണ്ടെന്നാൽ ഖദ്ദമത്, മുൻകൂട്ടി പ്രവർത്തിച്ചു, ഐദീഹിം, അവരുടെ കൈകൾ. ഖദ്ദമത് എന്ന് പറയുന്നത് ഇവിടെ സ്ത്രീലിംഗാണ് എന്നുള്ളത് ട്ടോ. ഐദി സ്ത്രീലിംഗം ആയതുകൊണ്ട് ഒരു മനുഷ്യന്റെ പിന്നെ ബോഡി പാർട്സ് ഒക്കെ മുഅന്നസാണ്, സ്ത്രീലിംഗമായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഐദ്, കൈകൾ എന്നുള്ളത് മുഅന്നസ്, സ്ത്രീലിംഗമാണ്. മുഅന്നസ് പറഞ്ഞാൽ ഫീമെയിൽ ജെൻഡർ. ഓക്കെ, ഖദ്ദമത് ഐദീഹിം, അപ്പൊ അവരുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് അവർ ഒരിക്കലും അതിനെ ആഗ്രഹിക്കയില്ല. വല്ലാഹു, ആൻഡ് അല്ലാഹു, അല്ലാഹു അലീം, നന്നായി അറിയുന്നവനാണ്, അലീമാണ്. ബിദ്ദാലിമീൻ, ദാലിം എന്ന് പറഞ്ഞാൽ അക്രമി, അക്രമിയുടെ ജമാണ് ദാലിമീൻ, അക്രമികൾ. മനസ്സിലായോ? ദാലിമിന്റെ ജമ ദാലിമീൻ. അപ്പൊ വല്ലാഹു അലീമും ബിദ്ദാലിമീൻ, അല്ലാഹു അക്രമികളെ നന്നായി അറിയുന്നവനാണ്, അൽ അലീമാണ് അല്ലാഹു. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്. വലൻ യതമന്നഹു അബദ ബിമാ, അവരൊരിക്കലും അതിനെ ആഗ്രഹിക്കുകയില്ല. ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണമായി. വല്ലാഹു, അള്ളാഹു ആണ്, അലീമും ബിദ്ദാലിമീൻ, അള്ളാഹു അക്രമികളെ നന്നായി അറിയുന്നവനാകുന്നു. ഇവിടെ പിന്നെ ഞാൻ ഇതിന്റെ വിശദീകരണം ലാസ്റ്റ് പറയാട്ടോ. ഒരു ആയത്ത് കൂടി പറഞ്ഞിട്ട് ഒരുമിച്ച് പറയാം. ഇനി മൂന്നാമത്തെ ആയത്ത്, വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്ത്. നിങ്ങൾ ഖുറാനിലേക്കോ അല്ലെങ്കിൽ സ്ലൈഡിലേക്കോ ഒക്കെ നോക്കണം ട്ടോ ഞാൻ പറയുമ്പോ, അല്ലെങ്കിൽ ഇതൊരു ഐഡിയ കിട്ടൂല. വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ വമിനല്ലദീന അശ്റകൂ യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സനത്തിൻ വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മർ വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. ഇങ്ങനെ ഒന്നായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നും അല്ലേ? നമുക്ക് ഇനി ബ്രേക്ക് ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആണ് ഈ ആയത്തുകളൊക്കെ ബ്രേക്ക് ചെയ്താല്. മറ്റു സകല ജനത്തെക്കാളും ജീവിക്കാൻ അത്യാർത്തിയുള്ളവരായി നിനക്ക് അവരെ കാണാം. എത്രത്തോളം എന്നാൽ ഇക്കാര്യത്തിൽ ബഹുദൈവാരാധകരുടെയും മുന്നിലാണ് അവർ. എങ്ങനെയെങ്കിലും 1000 ആണ്ടുകൾ ജീവിച്ചെങ്കിൽ എന്നാണ് അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ആയുസിന്റെ ദൈർഘ്യം അവരെ ദൈവിക ശിക്ഷയിൽ നിന്ന് അകറ്റാൻ ഒട്ടും പര്യാപ്തമല്ല തന്നെ. അള്ളാഹു അവരുടെ ചെയ്തികളെല്ലാം വീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാകുന്നു. ഇനി വലതജിദന്നഹും, നമുക്ക് പറഞ്ഞു നോക്കാം. വലതജിദന്ന, ആൻഡ് ലതജിദന്നഹും, ഈ വാക്കില് ആകെ നമുക്ക് ഒരു അതിലുള്ള വേർഡ് എന്ന് പറയുന്നത് വജദ യജിദു എന്നാണ്. വജദ കണ്ടു എന്നാണ്. വജദ യജിദു തജിദു എന്നാണ് വാക്ക്. മനസ്സിലായില്ലേ? ഇവിടെ വലതജിദന്നഹും എന്ന മൊത്തത്തില് 3-4 കാര്യം വരുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ ആൻഡ്, ല എന്ന് പറയുന്നത് ഷുവർലി, തീർച്ചയായും എന്നുള്ള ഉറപ്പിച്ച് പറയണില്ല. തെജിദ എന്ന് പറഞ്ഞാൽ നീ കണ്ടു എന്നാണ്. തെജിദ അത് ഏത് വാക്കുന്ന വരുന്നേ? വജദ യജിദു അല്ലെ? വജദ കണ്ടു, യജിദു അവൻ കാണുന്നു, തജിദു നീ കാണുന്നു. ഓക്കെ, താ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോ നീ കാണുന്നു. എന്തുകൊണ്ട് തെജിദ എന്നായി ചോദിച്ചാൽ അത് ഗ്രാമർ ആണ്. തെജിദു എന്നാണ് ശരിക്കും വേണ്ടത്. അവിടെ നൂൻ മുഷദ്ദദ് എന്തിനാണ്? അതും ഉറപ്പിക്കുകയാണ്, കാണുക തന്നെ ചെയ്യും. നിനക്ക് ശരിക്കും തീർച്ചയായും നിനക്ക് അവരെ. അപ്പൊ ഇതിൽ എത്ര വാക്കുണ്ട്? ലായുണ്ട്, വജദ യജിദു എന്ന് പറഞ്ഞ വാക്കുണ്ട്, ഇന്ന എന്നുള്ള തൗക്കീദിന്റെ തൗക്കീദ് നിന്ന് ഉറപ്പിക്കുക അതുണ്ട്. എന്ന് പറഞ്ഞാൽ 4 അവരെ എന്നുണ്ട്. 4 കാര്യമുണ്ട് അതിൽ ട്ടോ. എന്നുള്ളത് കൂടി ചേർക്കേണ്ടത് വേറെ നിർത്തുകയാണെങ്കിൽ തന്നെ 4 കാര്യമുണ്ട്. അതായത് ലതജിദന്നഹും, അവരെ തീർച്ചയായും അവരെ നിനക്ക് കാണാം. പറയാണ്, പ്രവാചകനോട് പറയാണ്. എന്ത് പറയാണ്? നിനക്ക് അവരെ കാണാം. എന്തായിട്ട്? അഹ്റസന്നാസി, ജനങ്ങളിൽ ഏറ്റവും കൊതിയുള്ളവരായിക്കൊണ്ട്. അഹ്റസന്നാസി എന്ന് പറഞ്ഞാൽ ഏറെ കൊതിയുള്ളവരായി. ജനങ്ങളിൽ ഭയങ്കര കൊതി എന്ന് പറയുന്ന, കൊതിയും നമുക്ക് ഇഷ്ടവും വ്യത്യാസമുണ്ട് അല്ലെ? കൊതി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി എന്തും ചെയ്യും. എനിക്ക് ചില ഭക്ഷണത്തോട് കൊതി എന്ന് പറയുന്നത് എന്താ? ആ കൊതി കാരണം നമ്മൾ ചിലപ്പോ അറിയാതെ, പരിസരബോധം ഇല്ലാതെ ചിലപ്പോ തിന്നൂട്ടെ. അതാണ് ഈ കൊതി എന്ന് പറയുന്നത്. കൊതിയും ഒരു ഇഷ്ടം എന്നൊക്കെ പറയുന്ന വ്യത്യാസമുണ്ട്. അഹ്റസന്നാസി അല്ലെ? അപ്പൊ ഹുബ് എന്ന് പറഞ്ഞാണ് ഇഷ്ടം. ഹുബുർ റസൂൽ, റസൂലിന് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത്. ഇവിടെ അഹ്റസ എന്നുള്ള വാക്ക് വേറെ തന്നെയാണ്. അഹ്റസന്നാസി അതായത് ആർത്തിയാണ് ഈ കൊതി എന്ന് പറയുന്നത്. അപ്പൊ ഈ അഹ്റസന്നാസി, ജനങ്ങളിൽ ആർത്തിയുള്ളതിനായി നിനക്ക് അവരെ കാണാം എന്നാ പറയുന്നത്. എന്തിനോട് ആർത്തി? അലാ ഹയാത്ത്. ഇത് ശരിക്കും ബനു ഇസ്രായേലിലെ ജൂതന്മാരെ കുറിച്ച് അള്ളാഹ് പറയുന്ന ഒരു കാര്യമാണ്. എത്ര സത്യമാണ് നിങ്ങളിതൊക്കെ ശരിക്കും ഇത് കമ്പയർ ചെയ്താൽ മനസ്സിലാവും. തജിദന്നഹും അഹ്റസന്നാസി, ജനങ്ങളിൽ ഏറെ കൊതിയുള്ളവരായി നിനക്ക് അവരെ കാണാം. എന്തിനോട്? അലാ ഹയാത്ത്, ജീവിതത്തോട്. അല എന്ന് പറഞ്ഞാൽ ഓൺ, ഹയാത്ത്
ജീവിതം, ഹയാത്ത് ജീവിതം. അപ്പൊ ജീവിതത്തോട് ഏറ്റവും കൊതിയുള്ളവരായി നിനക്ക് അവരെ കാണാം. വമിനല്ലദീന അഷ്റഖു, ഇവിടെ ഏതാ വാക്ക് ബുദ്ധിമുട്ടുള്ളത് ഏതാണ്? അഹ്റസ എന്നുള്ള ഒരു പുതിയ വാക്കാണ് കേട്ടോ. അഹ്റസ കൊതിയുള്ളവർ, അന്നാസ് ജനങ്ങൾ. അപ്പൊ ജനങ്ങളിൽ വെച്ച് കൊതിയുള്ളവരായിട്ട്. നീ വമിനല്ലദീന അഷ്റഖു, ആൻഡ് എന്നുള്ള ആൻഡ് എന്ത് മിനല്ലദീന അഷ്റഖു, ഏതിനെക്കാട്ടിലും കൊതിയുള്ളവരായിട്ട്. മിന എന്ന് പറഞ്ഞ ഫ്രം, അല്ലദീന അഷ്റഖു, അഷ്റഖ് എന്ന് പറഞ്ഞാൽ ഷിർക്ക് ചെയ്തവർ എന്നാണ്. അഷ്റഖ യുശ്രിക്കു, അഷ്റഖ യുശ്രിക്കു. അപ്പൊ അഷ്റഖു എന്ന് പറഞ്ഞാല് അവർ ഷിർക്ക് ചെയ്തു എന്നാണ് ശരിക്ക് വാക്കിന്റെ അർത്ഥം. അഷ്റഖ യുശ്രിക്കു. അപ്പൊ അഷ്റഖ അഷ്റഖ അഷ്റഖൂ എന്നാണ്, അവർ ഷിർക്ക് ചെയ്തു. അതായത് മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ മലയാളത്തിൽ പറഞ്ഞാല്. അപ്പൊ അല്ലദീന അഷ്റഖു, അപ്പൊ ആ കൂട്ടർ, ബഹുദൈവ വിശ്വാസം ഷിർക്ക് ചെയ്ത ആളുകൾ. മിന എന്ന് പറയുമ്പോ മിന എന്ന് പറഞ്ഞ ഫ്രം എന്നാണ്. ഈ ഒരു പ്രയോഗം എന്തിനാന്ന് വെച്ചാൽ അവരെക്കാൾ എന്ന് പറയുമ്പോഴാണ് മിനല്ലദീന അഷ്റഖു എന്ന് പറയുന്നത് കേട്ടോ. ഈ ബഹുദൈവാരാധകരെക്കാൾ ജീവിതത്തോട് കൊതിയുള്ളവരായിട്ട് നിനക്ക് ഈ ആരെ കാണാം? ഈ ബനു ഇസ്രായേലരെ നിനക്ക് കാണാം. മനസ്സിലായോ? അല്ല പറയുന്നത് നോക്കൂ. ശിർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും അവർക്ക് ജീവിതത്തോട് കൊതി ഉണ്ടാവുന്ന പറയുന്നത്. അപ്പൊ ഈ വാക്കൊന്നോട് നോക്ക. വല തെജിതന്നഹും, തീർച്ചയായും നിനക്ക് അവരെ കാണാൻ കഴിയുന്നത് അഹറസൻ നാസി, ജനങ്ങളിൽ കൊതിയുള്ളവരായിക്കൊണ്ട്, അല ഹയാത്ത് ജീവിതത്തിന്, അതായത് ഇഹലോക ജീവിതത്തെ കുറിച്ചാ പറയുന്നത്. ഈ ഒരു ഐഹിക ജീവിതത്തോട് വമിനല്ലദീന അഷ്റഖു, ശിർക്ക് ചെയ്യുന്നവരെക്കാളും കൊതിയുള്ളവരായിട്ട്. എന്നുള്ള പറയണം അവരെ കുറിച്ച്. യവദ്ദു അഹദുഹും, യവദ്ദു എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു എന്നാണ്. വദ്ദ യവദ്ദു, വദ്ദ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു. അത് എഴുതണ്ട, ഞാൻ ലാസ്റ്റ് നോട്ടിട്ടരാം. വദ്ദ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു, യവദ്ദു ആഗ്രഹിക്കുന്നു. അപ്പൊ വദ്ദ യവദ്ദു, അവൻ ആഗ്രഹിക്കുന്നു. അഹദുഹും, അവരിൽ ഒരാൾ. അഹദ് എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലേ? അഹദ് ഒന്നറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. അഹദ് ഒന്ന്. ഹും അവരിൽ. അപ്പൊ അവരിൽ ഒരാൾ ആഗ്രഹിക്കുന്നു. എന്താഗ്രഹിക്കുന്നു? അള്ളാഹ് അവരെ കുറിച്ച് പറയുന്നതാണ്. ആ തരത്തിൽ ചിന്തിച്ചു നോക്കൂ. യവദ്ദു അഹദുഹും, അവരിൽ ഒരാൾ ആഗ്രഹിക്കണം എന്താന്നറിയോ? ലൗ യുഅമ്മറു അൽഫസന. ലൗ എങ്കിൽ, ലൗ എന്ന് പറഞ്ഞാൽ എങ്കിൽ, ഇഫ് എന്നുള്ള അർത്ഥാണ് ലൗ. ലൗ യുഅമ്മർ, യുഅമ്മർ എന്ന് പറഞ്ഞാല് ദീർഘായുസ് നൽകുക എന്നാ പറയുന്നത്. അമ്മറ യുഅമ്മർ, അമ്മർ. ലൗ യുഅമ്മർ എന്ന് പറയുമ്പോ ദീർഘായുസ് നൽകുന്നതിനാണ് പറയട്ടോ. ഈ പിന്നെ അമ്മുറു എന്നൊക്കെ പറയില്ലേ, അമ്മറ യു അമ്മിറു എന്നാണ്. അമ്മറ യു അമ്മിറു എന്നാണ് ദീർഘായുസ് നൽകുന്നതിന് പറയാം. അമ്മറ യു അമ്മിറു. അപ്പൊ അവര് ആഗ്രഹിക്കുന്നില്ല യു അമ്മർ യു അമ്മ എന്നായത് എന്തുകൊണ്ടാ? ശരിക്കും അമ്മറ യു അമ്മിറു എന്നാണ് വാക്ക്. യു അമ്മിറു എന്നല്ല, യു അമ്മറു എന്നായത് നൽകപ്പെടുക എന്നുള്ളതിനാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ ഗ്രാമർ അറിയുന്നവരോട് ഞാൻ പറയാണ്, ഈ വാക്ക് ഓൾറെഡി ഞാൻ സാധാരണ ഖത്തല യഖ്തുലു എന്നല്ലേ. അപ്പോ പിന്നെ ഖത്തല യഖ്തുലു എന്ന് പറയുമ്പോ അവിടെ നമ്മള് യാ എന്നുള്ളത് കൊല്ലപ്പെട്ടു, കൊല്ലപ്പെടുന്നു എന്നുള്ളതാക്ക യു ആക്കും ഞാൻ പറഞ്ഞിരുന്നു. ഏതൊരു വാക്കും ഖ എന്നുള്ളത്, ഖത്തല എന്നുള്ളത് കൊന്നു, കുത്തില കേട്ടു, അല്ല സോറി, കുത്തില കൊല്ലപ്പെട്ടു, എന്നാ ഖ എന്നുള്ളത് കു ആവും. അപ്പൊ ഓൾറെഡി വാക്കിന് യാ, ഇപ്പൊ ഈ അമ്മറ യു അമ്മിറു എന്നുള്ള വാക്കിന് ഓൾറെഡി യു ആണ്. അതെങ്ങനെ വീണ്ടും നമ്മൾ അതായത് ദീർഘായുസ് നൽകപ്പെടുക എന്നാക്കാം. അപ്പൊ അങ്ങനത്തെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യു അമ്മി എന്നുള്ളത് യു അമ്മ എന്നായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? പാസീവ് ആവുകയാണത്. പാസീവ് ആവുമ്പോ അങ്ങനെയാണ്. അമ്മറ യു അമ്മിറു എന്നുള്ളത് യു അമ്മറു എന്നാവും. അപ്പൊ ഗ്രാമർ കുറച്ച് അറിയുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തുകൊണ്ട് ഇവിടെ യു അമ്മ എന്നായി എന്നുള്ളത്. യു അമ്മറു, ലൗ യു അമ്മറു, എന്ത് ദീർഘായുസ് നൽകപ്പെട്ടിരുന്നുവെങ്കിൽ. എത്ര ആയുസ് അവർ ചോദിക്കുന്നത്? അൽഫസന, 1000 കൊല്ലം. ഇവിടെ 1000 എന്ന് ഉപയോഗിച്ചത് വെറും ഒരു 1000 കറക്റ്റ് 1000-നോടല്ല കേട്ടോ. അപ്പൊ 1000-ഓളം കൊല്ലം എന്നുള്ളത്, അത്രയോളം എന്നുള്ള ഒരു എമൗണ്ടിനാണ് ഇവിടെ 1000 എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അൽഫ് എന്ന് പറഞ്ഞാൽ 1000 എന്നാണ് അല്ലെ. അലിഫ് ലൈല എന്ന് കേട്ടിട്ടില്ല? അലിഫ് ലൈല, 1000 രാത്രികൾ എന്നുള്ള ആ ഒരു സീരീസ് ഉണ്ടായിരുന്നല്ലോ അലിഫ്. അപ്പൊ ആ ഒരു ഇതൊക്കെ അൽഫ് എന്നുള്ളത് വരുന്നതാണ്. അൽഫ് 1000, അൽഫ സന. സന എന്ന് പറഞ്ഞ കൊല്ലം, സനത്ത്. അപ്പൊ സനയുടെ ജമ്മാണ് പിന്നെ സിനീന്, സനത്ത് സിനീന്. അപ്പൊ അൽഫ സന എന്ന് 1000 കൊല്ലം. അപ്പൊ അവർ ആഗ്രഹിക്കുന്നത് ഒരു 1000 കൊല്ലം ദീർഘായുസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കും. എന്നാൽ ആൻഡ് അല്ല വീണ്ടും കൂട്ടി പറയണം. മാ ഹുവ, അതല്ല. അതായത് ആയുസ് ദീർഘിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ മാ ഹുവ, അതാവുകയില്ല, അതാവുകയില്ല. മാ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല എന്നുള്ള അർത്ഥം. ഹുവ അത്, മുസഹ്ദിഹിഹി, മുസഹ്സിഹ് എന്നുള്ള ഒരു പുതിയ വാക്കാണ്. കുറച്ച് പ്രയാസം തോന്നുന്നുണ്ട് അല്ലെ.
യുസഹ്സിഹു എന്നാണ് വാക്ക്. കുറച്ച് ഇടക്കെങ്ങാനും ഒക്കെ പുതിയ വാക്കുകളുള്ളൂ. ബാക്കിയൊക്കെ ഈ ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകൾ ഉണ്ടാവും. ഇതുപോലെ ചിലത് നമ്മളെ മൈൻഡിൽ വെച്ച് പഠിക്കേണ്ടി വരും. യുസഹ്സിഹു എന്ന് പറഞ്ഞാൽ അകറ്റിക്കളയുക എന്നാണ്. അകറ്റുക. അപ്പൊ ബിമുസഹ്സിഹിഹി അവനെ അകറ്റിക്കളയുന്നതല്ല. മാ ഹുവ അതല്ല. മുസഹ്സിഹിഹി അവനെ അകറ്റിക്കളയുന്നതല്ല. മിനൽ അദാബ് ശിക്ഷയിൽ നിന്ന് അയ്യുഅമ്മർ ആയുർദൈർഘ്യം നൽകപ്പെടുക എന്നത്. അതായത് യമ്മർ എന്നുള്ള വാക്ക് കൊണ്ട് കണ്ടില്ലേ, ആയുസ് നൽകപ്പെടുക എന്നത് അവനെ ഒരിക്കലും ശിക്ഷയിൽ നിന്ന് അകറ്റിക്കളയുന്നതല്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പൊ അവൻ ആഗ്രഹിക്കുന്നുണ്ട് ലൗ യുഅമ്മറു അൽഫസന, അള്ളാഹ് എനിക്കൊരു 1000 കൊല്ലെങ്കിൽ ഒരു ആയുസ് നീട്ടി തന്നിരുന്നുവെങ്കിൽ എന്ന് അവരിൽ ഓരോരുത്തരും യവദ്ദു അഹദുഹും അവരിൽ ഓരോ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് ലൗ യുഅമ്മറു അൽഫസന. പക്ഷെ അള്ളാഹ് പറയാണ് വമാ ഹുവ ബിമുസഹ്സിഹി മിനൽ അദാബി അൻ യുഅമ്മർ. ഈ ആയുർദൈർഘ്യം നൽകപ്പെടൽ എന്നുള്ളത് അവനെ ഒരിക്കലും ബിമുസഹ്സിഹി മിനൽ അദാബ് വമാ ഹുവ അതല്ല ബിമുസഹ്സിഹി മിനൽ അദാബ്. അദാബ് എന്ന് പറഞ്ഞ ശിക്ഷ, മിൻ എന്ന് പറഞ്ഞ ഫ്രം, മിനൽ അദാബ് ശിക്ഷയിൽ നിന്ന് അവനെ അകറ്റിക്കളയുന്നതല്ല പറഞ്ഞില്ല, മനസ്സിലായില്ലേ? മാ ഹുവ അതല്ല, മുസഹ്സിഹിഹി ഈ ലാസ്റ്റ് ഹി എന്ന് പറയുന്ന അവനെ എന്നാണ്. മുസഹ്സിഹ് എന്ന് പറയുന്നത് അകറ്റിക്കളയുന്നത്. അപ്പൊ മിനൽ അദാബ് ആ ശിക്ഷയിൽ നിന്ന്, യുഅമ്മർ ആയുസ് നീട്ടൽ. അപ്പൊ വീണ്ടും ജോയിൻ ചെയ്ത് പറയാണ് ആൻഡ് അള്ളാഹു ബസീറാണ്. ബസീർ എന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്നവൻ. ബിമാ യഅമലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണോ അത്. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, മാ എന്താണോ, യഅമലൂൻ അവർ പ്രവർത്തിക്കുന്നു. അമില യഅമലൂ എന്നാണ് വാക്ക് ട്ടോ. അമില യഅമലൂ എന്നാണ് ഈ വാക്ക്. യഅമലൂൻ എന്ന് പറയുമ്പോൾ പ്ലൂരലാണ്. അവർ പ്രവർത്തിക്കുന്നു. എന്ന് പറയുമ്പോൾ മുദാരിയാണ്, പ്രവർത്തിക്കുന്നു. അപ്പൊ ബിമാ യഅമലൂൻ. ഇവിടെ ഈ ആയത്ത് എത്ര സിമ്പിൾ ആയി നോക്കി നോക്കൂ. തുടക്കം മുതൽ ഒന്ന് പറഞ്ഞു നോക്കൂ. വലതജിദന്നഹും നിനക്ക് അവരെ കാണുക തന്നെ ചെയ്യാം. ഈ തന്നെ എന്നുള്ളത് ഉറപ്പായിട്ട് നിനക്ക് കാണാന്നുള്ളത് എന്താ പറയുന്നത്? ലായും നൗനും ആണ് ഇവിടെ തൗക്കീദ് പറയുന്നത്, ഉറപ്പിച്ച് പറയുന്ന രണ്ട് വാക്കുകൾ. അപ്പുറത്തും ഇപ്പുറത്തും ലായും നൂൻ മുഷദ്ദതയും വരുമ്പോ ഷദ്ദിട്ട നൂനെയാണ് നൂൻ മുഷദ്ദത എന്ന് പറയാട്ടോ ഒറ്റ വാക്കില്. അഹ്റസ എന്ന് പറഞ്ഞ കൊതിയുള്ളവരായിട്ട്, നാസി ജനങ്ങളിൽ വെച്ച്, അല ഹയാത്ത് ഇഹലോക ജീവിതത്തിന്മേൽ നല്ല കൊതിയുള്ളവരായിട്ട്, വമിനല്ലദീന അഷ്റഖു ഷിർക്ക് ചെയ്ത കൂട്ടരെക്കാളും കൊതിയുള്ളവരായിട്ട്. നീ അള്ളാഹ് പറയാണ് യവദ്ദു അഹദുഹും അവരിൽ ഓരോ ആളുകളും, അഹദുഹും എന്ന് പറഞ്ഞാൽ അവരിൽ ഓരോരുത്തർ, യവദ്ദു അവൻ ആഗ്രഹിക്കുകയാണ് എന്ത്, ലൗ യുഅമ്മർ അൽഫസന എനിക്ക് അള്ളാഹു 1000 കൊല്ലം ആയുസ് നീട്ടി തന്നിരുന്നുവെങ്കിൽ. ഈ എങ്കിൽ എന്നുള്ളതിന്റെ വാക്കത അല്ലാവൂ എങ്കിൽ. എന്നിട്ട് അതന്നെ പറയണം മാഹുവ ബിമുസഹ്സിഹിഹി അതുണ്ടല്ലോ ആ ഒരു ആയുസ് നീട്ടൽ എന്ന് പറയുന്നത് മുസഹ്സിഹിഹി അവനെ അകറ്റി നിർത്തുന്നതല്ല, മിനൽ അദാബ് ശിക്ഷയിൽ നിന്ന്, അമ്മർ ആ ആയുസ് നൽകപ്പെടുക എന്നുള്ളത്, നൽകപ്പെടൽ. അള്ളാഹു ബസീറാണ്. ഇതിന് മുന്നുള്ള ആയത്തിൽ എന്തേലും അള്ളാന്റെ വേറെ സിഫത്ത് പറഞ്ഞില്ലേ, അലീം, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ഇതിൽ പറയുന്ന അള്ളാന്റെ മറ്റൊരു സിഫത്താണ് അസ്മാഉൽ ഹുസ്നയിൽ ബസീറാണ്. അൽ ബസീർ എന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്നവനാണ്, സൂക്ഷ്മമായി കാണുന്നവനാണ്. ബിമാ യഅമലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച്. ഈ ഒരു ആയത്തിന്റെ അർത്ഥവും കഴിഞ്ഞു. ഇപ്പൊ ഈ 3 ആയത്താണ്. ഈ ആയത്ത് മനസ്സിലായല്ലോ അല്ലെ? വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ വമിനല്ലദീന അശ്റഖു അവരെ നിനക്ക് ശിർക്ക് ചെയ്യുന്നവരെക്കാളും ബഹുദൈവ ആരാധകരെക്കാളും ജീവിതത്തോട് ആർത്തിയുള്ളവരായിട്ട് നിനക്ക് അവരെ കാണാം. യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫസന അവരിൽ ഓരോരുത്തരും വിചാരിക്കുകയാണ് അള്ളാഹു അവർക്ക് എന്താക്കി കൊടുത്തിരുന്നെങ്കിൽ, ആയുസ് 1000 വർഷം നീട്ടിക്കൊടുത്തിരുന്നുവെങ്കിൽ. വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മർ ആയുസ് നീട്ടുക എന്നത് ഒരിക്കലും അവർ ആ ശിക്ഷയിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നതല്ല. അള്ളാഹു ബസീറും ബിമാ യഅമലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണോ അതിനെക്കുറിച്ച് അള്ളാഹു നന്നായി കാണുന്നവനാണ്, ബസീറാണ്. അള്ളാഹു നന്നായി സൂക്ഷ്മമായി കാണുന്നവനാണ്. ഇതാണ് ഈ 3 ആയത്തിൽ പറഞ്ഞത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ അലാ ഹയാത്ത് എന്ന് പറഞ്ഞല്ലോ, അവർക്ക് ആഗ്രഹം എന്ന് പറയുന്നത് അലാ ഹയ എന്താന്ന് വെച്ചാൽ സാധാരണ ഒരു ഇസ്സത്തുള്ള ജീവിതത്തോടല്ല. സാധാരണ നമ്മളൊക്കെ സത്യവിശ്വാസികള് ഇഹലോക ജീവിതത്തോട് ആഗ്രഹിക്കുന്നുണ്ട്. അവര് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇസ്സത്തുള്ള ജീവിതമാണ്. ഇസ്സത്ത് എന്നുള്ള പ്രതാപ, അതായത് നമ്മൾ നമ്മുടെ നിലയും വിലയും വിട്ട് ഏതെങ്കിലും വിധേനെ എന്താ പറയാ ഒരു 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 നിന്ദ്യമായ ഒരു ജീവിതം കഴിച്ചു കൂട്ടാൻ ഒരു സത്യവിശ്വാസം ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല.
പക്ഷെ ഈ ഒരു ജൂതന്മാരായ ഇവര് ബനൂ ഇസ്രായേൽ ആഗ്രഹിച്ചിരുന്നത് എങ്ങനെയെങ്കിലും ഒരു ജീവിതം നിന്ദ്യമായതാണെങ്കിലും ഈ ലോകത്ത് ഇങ്ങനെ മരിക്കാതെ ജീവിക്കണം. അത് ആരെന്ത് പറഞ്ഞ് എന്ത് നീച പ്രവൃത്തി ചെയ്താലും കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു ജീവിതം ഉണ്ടല്ലോ. ആ ഒരു ജീവിതമാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല. എത്ര നീചമായ ജീവിതം. അപ്പൊ ആ ഇവിടെയുള്ള ഈ ഹയാത്ത് എന്നുള്ള ഈ ജീവിതം എന്ന് പറയുന്നത് അത് അത്തരത്തിലുള്ള എന്ത് തരത്തിലുള്ള ജീവിതം എന്താ പറയാ അങ്ങനെ ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരവസ്ഥയുള്ള ജീവിതാണെങ്കിലും അവര് ഓക്കെയാണ്. അത്രക്കും അവർക്ക് ഈ ലോകത്ത് ജീവിച്ചാ മതി, മരിക്കണ്ട. ഒരിക്കലും അവര് മരിക്കാൻ ആഗ്രഹിക്കൂല. അപ്പൊ ഈ ഹയാത്ത് ഇവിടെ അള്ളാഹ് ഉപയോഗിച്ചത് അത്തരത്തിലുള്ള ഒരു കേവലം ജീവിതത്തെയാണ് അവർ കൊതിക്കുന്നത്. അത് ഏത് നിലക്കായാലും അവർക്കത് പ്രശ്നമില്ല. നിന്ദ്യമായിട്ടുള്ള ഒരു ജീവിതം. അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ ജൂതന്മാരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്വഭാവം ഈ ഒരു ആയത്തിൽ അള്ളാഹ് അവർ ശരിക്കും അവരുടെ സ്വഭാവമാണ് പറയുന്നത്. സ്വഭാവത്തെ കുറിച്ച്. അവര് അവര് ചെയ്ത 2, 3 കാര്യങ്ങൾ ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞത് പ്രതിജ്ഞാലംഘനം. കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് അള്ളാഹിനോടുള്ള കരാർ ലംഘിച്ചത്. അതുപോലെ പ്രവാചകന്മാരെ കൊന്ന കാര്യം അള്ളാഹ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പശുവിനെ അവര് എത്രയും പെട്ടെന്ന് തന്നെ മൂസാ അലൈഹിസ്സലാം പോയ സമയത്ത് അവര് പശുവിനെ അവരെടുത്തിട്ട് ആരാധിക്കാൻ തുടങ്ങിയ ആ ഒരു കാര്യവും അള്ളാഹു എടുത്ത് പറഞ്ഞിരുന്നു. എന്നിട്ട് പറയണം അള്ളാഹ് ചോദിക്കണം നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെ അവര് ഇത്രയൊക്കെ വിശ്വാസം ഞങ്ങൾ ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് അവര് ഇങ്ങനെ ഊറ്റത്തോടെ പറയുമ്പോൾ അള്ളാഹ് ചോദിക്കുകയാണ്. അവര് പിന്നെ വേറെ ഇതിന് മുന്നേ ഉള്ള കുറച്ച് ആയത്തുകൾ നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പൊ കുറച്ച് മുന്നേ 2, 3 മാസങ്ങൾ മുന്നേ ആണെന്ന് തോന്നുന്നു. അതായത് അവര് പറയാറുണ്ടായിരുന്നു 80-ാമത്തെ ആയത്തില് ഈ ഒരു ബഖറയിൽ 80-ാമത്തെ ആയത്തിലൊക്കെ നരകശിക്ഷയെ പറ്റി പറഞ്ഞപ്പോ അവര് പറഞ്ഞിരുന്നത് നരകശിക്ഷ ഞങ്ങൾ ഒരിക്കലും സ്പർശിക്കുകയില്ല. നരകം ഞങ്ങളെ ഒരിക്കലും സ്പർശിക്കുകയില്ല. ഇനിയിപ്പോ എങ്ങാനും സ്പർശിച്ചാൽ തന്നെ അത് കുറച്ച് ദിവസത്തേക്ക് എന്നിട്ട് ഞങ്ങൾ അതിൽ അങ്ങ് പുറത്തേക്ക് അള്ളാഹ് കൊണ്ടുവരും. എന്നാണ് അള്ളാഹ്. അപ്പൊ അതുപോലെ തന്നെ അള്ളാഹ് ഞങ്ങൾ ഒരിക്കലും ശിക്ഷിക്കയില്ല. അങ്ങനെ ശിക്ഷിച്ചാൽ തന്നെ വളരെ കുറച്ച് ദിവസത്തേക്ക് എന്നിട്ട് ഞങ്ങൾ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഞങ്ങൾ അള്ളാഹിന്റെ ഉച്ചവരായ ആളുകളാണ്. സ്വർഗം ഉണ്ടാക്കിയിട്ട് തന്നെ ഉള്ളത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നായിരുന്നു അവരെപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അള്ളാഹ് അവരോട് ഈ ആയത്തിൽ ഇന്ന് പഠിച്ച നമ്മൾ ആയത്തിൽ അള്ളാഹ് ചോദിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ലോകം വെടിഞ്ഞു പോയി നിങ്ങൾ ആ പറയുന്ന പരലോകത്തേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കും. നിങ്ങൾ ആലോചിക്കുക അത്ര അള്ളാന്റെ ഈ ചാലഞ്ചിങ് എത്ര സത്യമായിട്ട് അള്ളാഹ് വിളിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണ്ടേ ഞങ്ങൾക്ക് ഈ ലോകം അതായത് ഞങ്ങൾക്ക് പരലോകത്ത് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ച് ഞങ്ങൾ ഭയങ്കര നല്ല ആൾക്കാരാണ് അള്ളാന്റെ ഉറ്റവരാണ് എന്നൊക്കെ പറയുമ്പോ എന്നാ അങ്ങനെയാണ് നിങ്ങൾ ഈ ലോകം വിട്ടിട്ട് നിങ്ങൾ ആ പറയുന്ന പരലോകത്തേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കൂ. അതായത് ഫതമന്നവുൽ മൗത്ത നിങ്ങൾ മൗത്ത് വരിച്ചുകൊണ്ട് ആ പരലോകം പുൽകാൻ നിങ്ങൾ ആഗ്രഹിക്കൂ എന്നുള്ള ചോദിക്കുകയാണ്. അപ്പൊ അതാണ് ഈ ഒരു ആയത്തിൽ അള്ളാഹ് ചോദിച്ചത്. അപ്പൊ ഇവിടെ ആഹ് ഈ ഈ ഒരു ആയത്തിലൂടെ പൊതുവെ ഈ ഇസ്രായേലരെ കുറിച്ച് പറയുന്നത് അവർക്ക് ജീവിതത്തോട് ഭയങ്കര ആർത്തിയാന്നാ പറയുന്നത്. നമുക്കിപ്പോ ഈ നമ്മുടെ ഈ ഒരു ഫലസ്തീൻ പിന്നെ ഇസ്രായേൽ വിഷയം തന്നെ എടുക്കുകയാണെങ്കിൽ ഫലസ്തീനികൾ എത്ര തന്നെ ബുദ്ധിമുട്ടിയാലും പട്ടിണി കിടന്നാലും അവര് വീടുകളൊക്കെ നഷ്ടപ്പെട്ടാലും കുടുംബക്കാർ നഷ്ടപ്പെട്ടാലും ഇസ്സത്ത് വിട്ട് കളിക്കാൻ അവരെ കിട്ടൂല. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ഒരു ഇസ്സത്ത് ഉണ്ട്. ആ ഒരു എന്താ പറയാ ഒരു പ്രൗഢി അല്ലെങ്കിൽ ഒരു നീചമായ ജീവിതവും എങ്ങനെയെങ്കിലും നരകി ജീവിക്കുക അത് അവരുടെ രക്തത്തിലില്ല. ഒരു വിശ്വാസിയാണെങ്കിൽ അള്ളാനെ മുറുകെ പിടിച്ച് ഞങ്ങൾ ഈ ലോകം ഞങ്ങളെ നാടിന് വേണ്ടി പോരാടും എന്നുള്ളൊരു ഇസ്സത്ത് ഉണ്ടല്ലോ. ആ ഇസ്സത്തോടു കൂടി അവര് ജീവിക്കുള്ളൂ. എന്നാൽ നിങ്ങൾ നേരെ തിരിച്ച് മറ്റേ സൈഡ് നോക്കി അവര് പേടിച്ച് പേടിച്ച് ദിവസങ്ങൾ എണ്ണി കഴിയാണെങ്കിലും അവര് ജീവിതത്തോട് അവർക്ക് മരണത്തെ ഭയങ്കര പേടിയാണ്. ഇന്നത്തെ സംഭവ വികാസങ്ങൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹ് പറയുന്നത് എത്ര ശരിയാന്ന് മനസ്സിലാവും. അവര് പേടിച്ചിട്ട് ഒരു ചെറിയ ബോംബിന്റെ സൗണ്ട് സൈഡിന്ന് എവിടുന്നെങ്കിലും കേൾക്കുമ്പോഴേക്കും അവരുടെ ആ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ചേംബർ ഉണ്ടല്ലോ, ഒരു റൂം, ഒരു മെറ്റലിന്റെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ചാമ്പേഴ്സ് ഉണ്ടല്ലോ, കുറെ മെറ്റൽ ചാമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബോംബിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. അതിലേക്ക് ഓടുകയാണ് ചെയ്യുക. അങ്ങനെ കുറെ സേഫ് ആക്കി വെച്ച സ്ഥലങ്ങൾ അവർക്കുണ്ട്. എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോ അലാം അടിക്കുമ്പോ അവരെല്ലാരും കൂടി ഓടണം ആ ഒരു സ്ഥലത്തേക്ക്. അങ്ങനെ അവര് ഓടും, പിന്നെയും പുറത്തേക്ക് വരും. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചാ മതി. മരണത്തിന്ന് ഓടി ഓടി അവരിങ്ങനെ രക്ഷപ്പെടുന്ന ഒരു തരത്തിലുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. അതായത് അവർക്ക് എങ്ങനെയെങ്കിലും ഈ ലോകത്ത് ജീവിച്ചാ മതി എന്നാണ്. അപ്പൊ അത് അള്ളാഹ് ഇവിടെ പ്രത്യേകം പറയുന്നത് ഈ ബഹുദൈവ വിശ്വാസികളെക്കാളും അവർക്ക് ജീവിതത്തോട് ആർത്തിയുള്ളതായിട്ട് നിനക്ക് കാണാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്താണെന്നറിയോ? അതെന്താ നിങ്ങൾ ശ്രദ്ധിച്ചോ? അള്ളാഹ് പറയുന്നത് ഈ ഖുറൈശികൾ എന്ന് പറയുന്നത് ബഹുദൈവ വിശ്വാസികളാ. ബഹുദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അള്ളാന്റെ കൂടെ
വേറെ ഈ വിഗ്രഹങ്ങളെയും ദൈവങ്ങളെയും ആരാധിക്കുന്നവർ, നമ്മൾ ശിർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ വിഗ്രഹാരാധകർ, ബഹുദൈവത്തെ ആരാധിക്കുന്നവർ എന്ന് പറയാം. ഈ പിന്നെ ബനു ഇസ്രായേലിയർ എന്ന് പറയുന്നത് ഏകദൈവത്തെയാണ് അവർ ആരാധിക്കുന്നത്. എന്നിട്ട് അള്ളാഹ് പറയാണ് ഇവർക്ക് ബഹുദൈവാരാധനക്കാളും ജീവിതത്തോട് നിനക്ക് ആർത്തിയുള്ളതായി കാണാന്ന് പറയാൻ കാരണം, ബഹുദൈവ വിശ്വാസികൾക്ക് പരലോകം എന്ന് പറഞ്ഞ ഒരു വിശ്വാസേ ഇല്ല. മനസ്സിലായി? ഇവർക്ക് പരലോക വിശ്വാസം ഉണ്ട്, അള്ളാഹിനെ കുറിച്ച് ഭയങ്കര നല്ല വിചാരമാണ്, സ്വർഗമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ബഹുദൈവ വിശ്വാസികൾക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ, അത് ഇഹലോകം. ഈ ലോകത്ത് അവരുടെ ജീവിതം അവസാനിക്കും. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ്, എല്ലാം ആയി കഴിഞ്ഞ് മണ്ണിലേക്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ വിഗ്രഹാരാധകര്. അപ്പൊ അള്ളാഹ് പറയാണ് ശരിക്കും അവർക്കാണ് ജീവിതത്തോട് ആർത്തി വേണ്ടത്. എന്തുകൊണ്ടാ? അവർക്ക് ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് അവർ വിശ്വാസം. അപ്പൊ ആ ജീവിതം പരമാവധി എൻജോയ് ചെയ്ത് എങ്ങനെയെങ്കിലും ആ ആയുസ്സിനെ നീട്ടി നീട്ടി ഈ ലോകത്ത് പരമാവധി നീട്ടണം എന്ന് ആഗ്രഹിക്കേണ്ടത് ശരിക്കും അവരാണ്. അവരുടെ വിശ്വാസപ്രകാരം ആഗ്രഹിക്കുന്നത്. പക്ഷേ അവരെക്കാളും ജീവിതത്തിനോട് ആർത്തി എന്താണ്? ഇവർക്കാണ് നിനക്ക് കാണാൻ പറ്റാന്നത് അള്ളാഹു പ്രത്യേകം ഈ ആയത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തില് ഇവിടെ പറയുന്ന 1000 കൊല്ലം എന്ന് ഉപയോഗിച്ചത് വെറും അൽഫസന 1000 കൊല്ലം എന്നുള്ള ഉദ്ദേശത്തിലല്ല, 1000-ഓളം അനന്തമായ ആയുസ് എന്നുള്ള തരത്തിലാണ് ഇവിടെ അൽഫസന എന്ന് ഉപയോഗിച്ചത് ട്ടോ. അറ്റമില്ലാത്ത എല്ലാ ആശയങ്ങൾക്കും പൊതുവെ ഖുർആൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അൽഫ് എന്നുള്ളത്. പിന്നെ നമ്മുടെ സൂറത്ത് ഇതില്ലേ ഖദർ, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഇന്നാ അൻസൽനാഹു ഫി ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക കമാ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ എന്നാ പറയുന്നത്. 1000 മാസത്തേക്കാൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 1000-നല്ല ഒരുപാട് എന്നുള്ള തരത്തിലാണ് അവിടെയും അത് ഉപയോഗിച്ചതെന്ന് തഫ്സീറിലെ ചില പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോ ഈ ഒരു ഇതില് നമ്മൾ വിശ്വാസികളായ നമുക്ക് പിന്നെ നമുക്ക് കുറച്ച് പാഠങ്ങൾ ഈ ഒരു ഇതിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഇവര് ആയുസ് നീട്ടാൻ വേണ്ടി അള്ളഹാനോട് പ്രാർത്ഥിക്കുമ്പോഴും അള്ളഹാനോട് ആഗ്രഹിക്കുമ്പോഴും അവർ വിചാരിക്കണം. അള്ളാഹ് പറയാണ് ഒരിക്കലും തന്നെ അവരുടെ ആയുസ് നീളുക എന്നത് അവരെ നരകശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുകയില്ല. മിനൽ ആദാബ് എന്ന് പറഞ്ഞല്ലോ. അത് പറയാൻ കാരണം അവരുടെ വിചാരം എന്ന് വെച്ചാൽ ആയുസ് ദീർഘിക്കും തോറും വിചാരണയിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് അകന്നു മാറുക എന്ന് അവർക്ക് തോന്നുന്നെങ്കിൽ അത് വെറും ഒരു മൗഢ്യമായ വിചാരമാണ്, ഒരു മൂഢതയാണ് എന്നാണ് അള്ളാഹ് എടുത്ത് പറയുന്നത്. കാരണം ഒരാളുടെ ആയുസ് നീളുക എന്നത് അള്ളാഹ് ആ ആയുസ്സുള്ള കാലത്തോളം അയാളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. മരണം വരെ, അത് എത്ര വർഷങ്ങളോളാണെങ്കിലും അള്ളാഹ് അവരെ നിരീക്ഷിക്കുകയും ഓരോ പ്രവർത്തനത്തിനും അള്ളാഹു അവിടെ ജഡ്ജ്മെന്റ് രേഖപ്പെടുത്തുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഈ ഒരു ഇസ്രായേലരെ മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു ആയത്ത് പറയുമ്പോഴും അത് ശരിക്കും ഈ ഒരു ആയത്ത് പഠിക്കുന്ന ഓരോരോ മനുഷ്യർക്കും ഇതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മൾ ജീവിതത്തെ എങ്ങനെയാണ്, ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിതത്തെ സമീപിക്കേണ്ടത് എന്ന് ശരിക്ക് പറഞ്ഞു തരുന്ന ഒരു ആയത്തായത്. ഭൗതിക ജീവിതത്തെ നമ്മൾ സന്തുലിതമായി സമീപിക്കണം ഒരു വിശ്വാസിയാണെങ്കിൽ. അതായത് ഭൗതിക ജീവിതം എന്ന് പറയുന്ന അള്ളാന്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ്, നമ്മൾ വിശ്വസിക്കുക തന്നെ വേണം. സന്തുലിതം എന്ന് പറയുന്നത് എന്താ? ഭൗതിക ജീവിതത്തെ സന്തുലിതമായി ജീവിക്കണം എന്ന് പറയാൻ കാരണം നമുക്കൊരു പ്രാർത്ഥന അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. പടച്ചവനെ, എനിക്ക് റബ്ബന ആതിന ഫിദ്ദുന്യ, ദുനിയാവിൽ എനിക്ക് എന്ത് തരണം? ഹസന തരണം, നല്ലത് തരണം. വഫിൽ ആഖിറതി ഹസന, എനിക്ക് പരലോകത്തും ഹസന വേണം. എന്നിട്ട് നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കുക. അതായത് അള്ളാഹ് നമുക്ക് ഇഹലോകത്തും നല്ലൊരു ജീവിതം ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും അള്ളാഹ് പറയുന്നുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വിശ്വാസി എന്ന് പറയുമ്പോ എങ്ങനെങ്കിലും ഒന്നുമില്ലാതെ ഒരു മൂലക്ക് പോയി ജീവിച്ചിട്ട് പരലോക വിജയം കരസ്ഥമാക്കുക എന്നുള്ളതല്ല. ഇഹലോകത്തും ഒരു നല്ലതായ ഒരു ഹയാത്തും ത്വയ്യിബ, നല്ലൊരു ജീവിതം നമുക്ക് അള്ളാഹു ആഗ്രഹിക്കാനും അങ്ങനെ ജീവിക്കാനും തന്നെയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ കുടുംബമൊന്നും ഇല്ലാതെ ഞാൻ വെറും പള്ളിയിൽ അങ്ങ് ഇരുന്ന് ഖുർആൻ ഓതട്ടെ, അങ്ങനെയല്ല. എല്ലാത്തിലും ഇടപെട്ട് കുടുംബവുമായി ഇടപഴകി അപ്പോഴൊക്കെ ഒരു വിശ്വാസിയുടെ ഒരു സ്വഭാവം കീപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് സന്തുലിതമായ ജീവിതമാവുക. മനസ്സിലായല്ലോ? അപ്പൊ അത്തരത്തിലുള്ള ഭൗതിക ജീവിതം നമ്മൾ സന്തുലിതമായി സമീപിക്കുക എന്ന് പറയുന്നത് അതാണ്. പിന്നെ റബ്ബിന്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ് പിന്നെന്ന് പറയുന്നത് ജീവിതം ഒരാൾക്ക് കിട്ടുക എന്ന് പറയുന്നത് അള്ളാഹിന്റെ അടുത്ത് കിട്ടുന്ന ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയാണ് ആയുസ് നീട്ടിക്കിട്ടലും ആയുസ്സുള്ള ഒരു ജീവിതം കിട്ടുക എന്നൊക്കെ ഉള്ളത്. പക്ഷെ ആ ജീവിതം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അനുഗ്രഹമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും അത് നമുക്ക് പരമാവധി എൻജോയ് ചെയ്ത് ജീവിക്കാനല്ല. അതാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹമാണ്. ഞാന് എന്താ പറയാ, ഇപ്പൊ പലപ്പോഴും വാട്സപ്പുകളിലൊക്കെ നമ്മൾക്ക് കിട്ടുന്ന മെസ്സേജുകൾ കണ്ടാൽ ശരിക്കും നമ്മൾ ചിന്തിക്കണം. എന്താന്ന് വെച്ചാൽ ചില മെസ്സേജുകൾക്കടിയിൽ ആരാണ് എഴുതിയതെന്നോ
അതൊരു വിശ്വാസിയാന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു വിശ്വാസിക്ക് ചില മെസ്സേജുകളിൽ ജീവിതം ഒന്നേ ഉള്ളൂ, പരമാവധി എൻജോയ് ചെയ്യുക, ജീവിക്കുക, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാണാം. നമുക്ക് വേണ്ടി ജീവിക്കുന്ന എന്താന്ന് നമ്മൾ ആലോചിക്കണം. നമുക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പരമാവധി ഇങ്ങ് എൻജോയ് ചെയ്യലല്ല നമുക്ക് വേണ്ടി ജീവിക്കല്. നമുക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് എന്റെ പരലോക വിജയത്തിന് വേണ്ടി ജീവിക്കുക എന്നാ പറയേണ്ടത്. അതാണ് വിശ്വാസിയുടെ ജീവിതം. അപ്പൊ അത്തരത്തിലുള്ള മെസ്സേജുകൾ നമ്മള് ഭയങ്കരമായിട്ട് ഫോർവേഡ് ചെയ്യുന്നത് കാണാം ചില ആളുകൾ. അതൊരു യുക്തിവാദിയുടെ അടുത്തുനിന്ന് പോലും വരുന്നതാണ്. അവർക്കൊരു ജീവിതം എന്നുള്ള വിശ്വാസേ ഉള്ളൂ. ജീവിതം ഒന്നേ ഉള്ളൂ. ഒരു യുക്തിവാദി, ദൈവവിശ്വാസം, പരലോകവിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. അവർക്ക് ഈ ജീവിതം പരമാവധി ഉപയോഗപ്പെടുത്തിയില്ല, അവർക്ക് നഷ്ടാണ്. മരിച്ചാൽ അവർക്ക് നഷ്ടാണ്, തീരാ നഷ്ടാണ് മരണം. അപ്പൊ അതുപോലെയല്ല സത്യവിശ്വാസിയുടെ ജീവിതം. അപ്പൊ നമ്മൾ അള്ളാഹിന്റെ അടുത്തുള്ള അനുഗ്രഹമാണ് ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെ ജീവിക്കണം. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം ഈ ജീവിതം നശ്വരമാണെന്നുള്ളത്. മനസ്സിലായില്ലേ? ജീവിതം ഇപ്പൊ നമ്മളിപ്പോ മരിക്കും 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 എന്ന് വിചാരിച്ചിട്ട് ദിവസവും നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ജീവിക്കാൻ പറ്റൂല. മനസ്സിലായി? അങ്ങനെ വിചാരിക്കാൻ പാടില്ല. എന്നാൽ ഞാൻ അനശ്വരമായിട്ട് ഈ ലോകത്ത് ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മളെ പ്രവർത്തനങ്ങൾ അങ്ങനെ ആവാനും പാടില്ല. രണ്ടിന്റെ ഇടയിലും എനിക്ക് ജീവിതം അള്ളാന്റെ അനുഗ്രഹം എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം പടച്ചവനെ അള്ളാഹ് എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ മരിക്കേണ്ടതാന്നുള്ള ചിന്ത രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്ന ജീവിതമാണ് ശരിക്കും ശരിയാവുക. ഈ ജീവിതത്തിന്റെയും മരണത്തിന്റെയും രണ്ടറ്റമുണ്ടല്ലോ. ഈ ജീവിതത്തിന്റെ രണ്ടറ്റം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചതും മരിച്ചു കഴിഞ്ഞാലും അള്ളാന്റെ അടുത്തേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. മനസ്സിലായില്ലേ? അതിന്റെ രണ്ടറ്റങ്ങളും റബ്ബിന്റെ ഹസ്തത്തിലാണെന്നാണ് പറഞ്ഞു വരുന്നത്. പരലോക വിജയം എന്ന ലക്ഷ്യം തെറ്റുമെന്നാ സംഭവിക്കുക? നമ്മൾ എപ്പോഴും ലക്ഷ്യം നമുക്ക് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ കാണിച്ച ഈ പിക്ചർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ ലക്ഷ്യം എപ്പോഴും ജന്നത്തുൽ ഫിർദൗസ് ആയിരിക്കണം. ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് എപ്പോഴാണോ നമ്മളെ മനസ്സ് മാറുന്നത്, ആ നിമിഷം മുതല് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. നിങ്ങൾ നോക്കൂ, നമ്മുടെ ലക്ഷ്യം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നിശ്ചയിച്ചു വെക്കണം. എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് പരലോകത്ത് എന്റെ കുടുംബത്തോടൊപ്പം എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം എന്നുള്ള ആ ലക്ഷ്യം ഉണ്ടല്ലോ, അതവിടെ ഉറപ്പിച്ചു വെക്കണം. ഉറപ്പിച്ചു വെച്ചിട്ട് എന്നിട്ട് ജീവിതത്തിലെ ഓരോ ഇടപഴകലിലും, ഓരോ സംഭവങ്ങളിലും, ഓരോ ദിവസങ്ങളിലും, ഓരോ ദിവസത്തെ പരിപാടികളിലും, ഓരോ മനുഷ്യരോട് ഇടപഴകുമ്പോഴും, മക്കളെ നോക്കുമ്പോഴും, വീട്ടിൽ പണിയെടുക്കുമ്പോഴും, നമ്മൾ എല്ലാ കാര്യത്തിലും എനിക്ക് എങ്ങനെ ഇത് പരലോകത്തേക്കാക്കാം, എനിക്കത് പരലോകത്തേക്ക് എന്ത് നേടാം എന്നായിരിക്കും ആ ഒരു സത്യവിശ്വാസിയുടെ ലക്ഷ്യം. കാരണം എന്താ? അവന്റെ ജീവിത ലക്ഷ്യം പരലോകത്ത് വിജയം നേടുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പരലോക വിജയം നേടുക എന്ന ആ ഒരു ലക്ഷ്യത്തില് ചെറുതായെങ്കിലും നമ്മളെ മനസ്സിലൊരു ഡിമ്മായി പോയാൽ, ക്ഷയിച്ചു പോയാൽ നമുക്ക് ജീവിതത്തോട് ആർത്തി തുടങ്ങും. അതായത് നമ്മുടെ ജീവിതത്തോട് ആർത്തി തുടങ്ങും. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അത്തരത്തിലായി മാറും. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെ ലക്ഷ്യങ്ങൾ വേറെയാകും. അത് ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളിലും അത് കാണും. എന്താ പറയുന്നത്? നമ്മളുടെ ജീവിത ലക്ഷ്യം വളരെ കൃത്യമായിരിക്കണം. അപ്പൊ ഓരോരോ പ്രവർത്തനവും നമ്മളുടെ സ്റ്റെപ്പ് മേലേക്ക് മേലേക്ക് കൊണ്ടുപോയി അവസാനം മരിക്കുന്ന സന്ദർഭത്തില് നമ്മൾ സ്വർഗം നമുക്ക് കിട്ടുന്ന ആ ഒരു രീതിയിൽ നമ്മളെ ജീവിതത്തിന്റെ അവസാന നാളുകളാവണം. എപ്പോഴും നിങ്ങൾക്കറിയാലോ, ഒരു ഹദീസ് ഉണ്ടല്ലോ, ഒരു മനുഷ്യന്റെ അവസാന നാളാണ് അള്ളാഹ് ആദ്യ നാളിനേക്കാളും വിലയിരുത്തുക. കാരണം അവസാന നാളുകളില് നമുക്ക് അവസാന നാളുകളിലാണ് ഒരാള് നല്ല വിശ്വാസിയായിട്ട് ആദ്യമൊക്കെ ജീവിച്ച് അവസാനം ഒരു ദിവസങ്ങളിലേക്ക് കാഫിറായിട്ട് ജീവിച്ചാൽ അയാളുടെ അന്ത്യം കാഫിറായിരിക്കും. അയാളുടെ അന്ത്യം പരലോകത്ത് നഷ്ടത്തിലായിരിക്കും എന്നാ പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഉയർച്ചയിലേക്ക് പോയി അള്ളാഹ് എല്ലാ അവസരവും തന്ന് തൗബ ചെയ്യാനുള്ള അവസരം തന്ന് അതാണ് അവസാനം നല്ലതാവുക എന്ന് പറയുന്നത്. ഒരാൾക്ക് എല്ലാ അവസരങ്ങളും അള്ളാഹ് കൊടുത്ത് തെറ്റായി ജീവിച്ച് അവന് തൗബ ചെയ്യാനുള്ള അവസരം കൊടുത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത് പരീക്ഷണങ്ങൾ കൊടുത്ത് അതിലൊന്നും അവൻ പാഠം പഠിച്ചില്ല. അവസാനം അവന് വീണ്ടും ഒരു സത്യനിഷേധി ആയിക്കൊണ്ടാണ് ജീവിച്ചെങ്കിൽ അവന്റെ അവസാനം പിന്നെ കാഫിറായിട്ടാണെങ്കിൽ അത് നഷ്ടത്തിലായിരിക്കും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു വിശ്വാസി മരണത്തെ എങ്ങനെ കാണണമെന്നും ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതായത് നമുക്ക് പേടിച്ചോടേണ്ട ഒന്നല്ല മരണം. പേടിച്ചോടേണ്ട ഒന്നല്ല വിശ്വാസിക്ക് മരണം. ഓടിയാലും രക്ഷപ്പെടാനാവില്ല എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഞാൻ എത്ര ഓടിയാലും മരിക്കുമെന്ന് വിചാരിച്ച് പോവാതിരിക്കുക, ഞാൻ അങ്ങോട്ട് ചെയ്യാതിരിക്കുക എന്ന് വിചാരിച്ചാലും അതൊരിക്കലും രക്ഷപ്പെടാനാവില്ല എന്ന ചിന്ത എപ്പോഴും സത്യവിശ്വാസികൾ. കാരണം ആ മരിക്കുന്ന സമയത്തേക്ക് ആ ഇന്ന സ്ഥലത്ത് നിന്ന് മരിക്കും എന്നുള്ള അള്ളാന്റെ തീരുമാനമാണ്. അപ്പൊ ആ സമയത്ത് നമ്മളെല്ലാരെയും അള്ളാഹ് അവിടെ എത്തിക്കും. അള്ളാന്റെ ഒരു ഇതാണ്. അത് എവിടുന്നാണ് അള്ളാഹ് ഓൾറെഡി തീരുമാനിച്ച കാര്യമാണ്. എപ്പോഴാണ് നിമിഷവും സ്ഥലവും അതിൻ്റെതെല്ലാം കറക്റ്റ് തീരുമാനിച്ചത് കൊണ്ട് ആ ഒരു ദിവസം ആകുമ്പോഴേക്കും അള്ളാഹ് നമ്മളെ തിരിഞ്ഞ് കറങ്ങി ആ സ്ഥലത്ത് അള്ളാഹ് എത്തിക്കും. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഓടി രക്ഷപ്പെടാൻ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല.
രക്ഷപ്പെടാനാവില്ല എന്നുള്ള തിരിച്ചറിവ് എപ്പോഴും വേണം. പിന്നെ അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റും ഞാൻ മരിക്കും, ഞാൻ മരിക്കും. അതായത് നമുക്ക് മരിക്കാൻ വേണ്ടി മരണത്തിക്ക് ഓടാൻ പാടില്ല. ഓടി അണയേണ്ടതോ മാടി വിളിക്കേണ്ടതോ ആയ ഒന്നല്ല മരണം. അതായത് ഞാൻ മരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് അടുത്തേക്ക് പോവുക, മരിക്കണം എന്നുള്ള ചിന്ത, മരിക്കണം എന്നുള്ള ഒരിത് അങ്ങനെയല്ല. അത് എപ്പോ വന്നാലും അള്ളാഹ് തീരുമാനിച്ച സമയത്ത് എന്റെ ജീവിതത്തിലേക്ക് മരണം വന്നാൽ ഞാൻ അതിനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കും. അതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. മനസ്സിലായില്ലേ? സത്യവിശ്വാസിയുടെ നിലപാട് അങ്ങനെയായിരിക്കും. ഞാൻ എപ്പോഴും അള്ളാഹ് എനിക്ക് ആ മരണം വരിക്കാൻ വേണ്ടി പുൽകാനുള്ള സമയമുണ്ടല്ലോ, ആ സമയത്തേക്ക് ഞാൻ എന്റെ ജീവിതത്തെ തയ്യാറാക്കി വെക്കും എന്നതായിരിക്കും ആ സത്യവിശ്വാസിയുടെ നിലപാട്. അപ്പൊ പിന്നെ ഇതാ പറയുന്നത്. അപ്പൊ ഈ ഒരു ജീവിതം ഒന്നേയുള്ള ആ ഒരു മൂഢതയിൽ ഒരിക്കലും ഈ സത്യവിശ്വാസി വഞ്ചിതനാകൂല പറയുന്നത്. ശരിക്കും നമ്മളെ ജീവിതം നോക്കുകയാണെങ്കിൽ എത്രമാത്രം നശ്വരാന്ന് ഇതിന്ന് മനസ്സിലാവും. നമ്മൾ ജനിച്ച ആ ദിവസം മുതല് മരിക്കുന്ന ഈ ഒരു കഫം പുടവയിൽ പൊതിയുന്ന ആ ഒരു നിമിഷം വരെ അള്ളാന്റെ മുന്നില് തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. തീരുമാനിക്കുന്നതാണ്. ഇന്ന വ്യക്തി, ഇന്ന പേരുള്ള വ്യക്തി, എന്റെ മകൻ, അല്ലെ ഇന്ന ഇതായിട്ടുള്ള ഇന്ന ആളുടെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ ഐഡന്റിറ്റി ഉണ്ടല്ലോ. ആ ഐഡന്റിറ്റി ഉള്ള ഒരാള് ഇന്ന സമയത്ത് ഇവിടെ ജനിക്കുമെന്നും ഇന്ന സമയത്ത് മരിച്ച് മണ്ണിനടിയിലേക്ക് പോകും എന്നുള്ളത് അള്ളാന്റെ കിതാബിൽ തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മളിത് ഓരോ ദിവസം കഴിയുമ്പോൾ ഈ മരണത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഈ ചിത്രം നിങ്ങൾ നോക്കൂ. ഒരു ഉറപ്പിച്ചു വെച്ച ഒരു ചുമരാണ് ഈ മരണം. ആ മരണത്തിലേക്ക് നമ്മളെല്ലാരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കിയേ. വളരെ എന്താ പറയാ, ശരിക്കും ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം നമ്മൾ മുന്നോട്ട് പോവാണ്. പക്ഷെ ഈ മരണത്തിന്റെ ചുമര് ബേക്കോട്ട് പോകുന്നില്ലല്ലോ. അത് അവിടെ നിൽക്കാണ്. നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഈ മരണവും നമ്മളും തമ്മിലുള്ള അകലം എന്താണ്? കുറഞ്ഞ് ദിവസങ്ങളോ മാസങ്ങളോ, അതായത് വർഷങ്ങളുള്ളത് മാസങ്ങളായി, മാസങ്ങൾ ദിവസങ്ങളായി, ദിവസങ്ങൾ മണിക്കൂറുകളായി, മണിക്കൂറുകൾ മിനിറ്റുകളായി, സെക്കൻഡുകളായി ആ നിമിഷം നമ്മളെ കണ്ടെത്തും, നമ്മളെ കണ്ടുമുട്ടും എന്നുള്ളത് ഉറപ്പാണ്. അത് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താവുംന്നറിയോ? ശരിക്കും നമ്മുടെ ജീവിതം ഉപയോഗപ്പെടുത്താൻ പറ്റും. ഓരോ ദിവസവും നമ്മൾ മരണത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടി അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ച് അത്തരത്തിൽ നമ്മൾ മരിക്കുമ്പോഴാണ് ശരിക്കും ഒരു വിശ്വാസിയുടെ ജീവിതാവുക. അതിൽ ഓരോ ദിവസവും നമുക്ക് ഓരോരോ അവസരങ്ങൾ ഇട്ട് തരും. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത സംഭവങ്ങളാണ് വരിക. ഓരോ സംഭവത്തിലും നമ്മളെ നിരീക്ഷിക്കും. അപ്പൊ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. ജീവിതത്തിൽ ഓരോ ദിവസത്തിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്തൊക്കെ സംഭവിക്കും. അപ്പോഴൊക്കെ നമ്മളെ നോക്കുകയാണ്. ഇവളുടെ നിലപാടെന്ത്, ഇവള് സ്വീകരിക്കുന്ന എന്താ പറയാ, നമ്മൾ ആളുകളോട് പെരുമാറുന്നത്, നമ്മൾ ചീത്ത പറയുന്നത്, ശകാരത്തിലെ വാക്കുകള്, നമ്മൾ അതിലൂടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഓരോരോ സംഭവങ്ങൾ സംഭവിക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇന്ന ദിവസത്തേക്ക് ഓരോരോ സംഭവങ്ങൾ നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ജീവിതത്തില്. ആ ഓരോരോ സംഭവത്തിൽ നമ്മളിങ്ങനെ നോക്കുകയാണ്. ഇവളെന്ത് പറയുന്നു, അതിനനുസരിച്ചിട്ട് വേണം അള്ളാഹ്ക്ക് മാർക്ക് ഇടാൻ. ജഡ്ജ്മെന്റ് ആ പരലോകത്ത് നമ്മളെ കിതാബ് ഉണ്ടല്ലോ, അതിലിങ്ങനെ നല്ല മാർക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവള് ഈ ഒരു സംഭവം സംഭവിച്ചവൾ ആകെ വെപ്രാളപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞ്, എന്തൊക്കെയോ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞ്, പിശാച് പറയുന്നതൊക്കെ പിശാചിന് അടിമപ്പെട്ടു, എന്തൊക്കെയോ ചെയ്ത് അതിൽ നമുക്ക് ആ ഒരു സംഭവത്തിൽ നമുക്ക് ചിലപ്പോൾ 0 ആയിരിക്കും മാർക്ക്. അങ്ങനെ ഉണ്ടാവും ചില സംഭവങ്ങൾ. നമ്മൾ ആകെ അങ്ങ് വെപ്രാളപ്പെട്ട് എന്തൊക്കെയോ ആരൊക്കെയോ ചീത്ത പറഞ്ഞ്, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ പിശാചിന്റെ വാക്കുകളൊക്കെ പറഞ്ഞ് ആകെ അങ്ങ് കൊളാക്കും. അതോടുകൂടി ആ ഒരു സംഭവത്തെ ആ ദിവസവും കഴിഞ്ഞ്, നമുക്ക് തന്ന പരീക്ഷയും കഴിഞ്ഞ്, എല്ലാത്തിലും തോറ്റ് ആ ദിവസം അവിടെ തീർത്ത് ഉറങ്ങി, പിറ്റേ ദിവസം അടുത്ത സംഭവം വരും. അപ്പൊ ഓരോ സംഭവത്തിലും നമ്മളെ നിരീക്ഷിക്കുകയാണ്, നമുക്ക് മാർക്ക് ഇട്ടുകൊണ്ടിരിക്കണം. അവസാനം നമ്മൾ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞ് അവസാനം ഒരു ദിവസം ഉണ്ടാവും, നമ്മൾ മരണത്തിലേക്ക് പോകും. അതോടുകൂടി നമ്മളെ ജീവിതം അവസാനിക്കും. പിന്നെ നമുക്ക് ആ ഒരു ചെയ്ത കർമ്മങ്ങൾ വെച്ചിട്ടാണ് പരലോകത്തിലെ ഓരോ ദിവസവും, ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ മരണം മുതലുള്ള ആ ഖബറിൽ കിടക്കുന്ന ഓരോ ദിവസം മുതൽ ഏതുവരെ കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷം സ്വർഗത്തിൽ എത്തുന്നത് വരെയും, പിന്നെ ആ സ്വർഗം എത്തുമോ ഇല്ലയോ എന്നൊക്കെ ഈ തുച്ഛമായ ജീവിതത്തിലെ ആ ഒരു കർമ്മങ്ങളാണെന്നുള്ള തിരിച്ചറിവാണ് ശരിക്കും നമ്മളെ വിശ്വാസിനെ നമ്മളെ പിടിച്ചു കുലുക്കേണ്ടത്. അതാണ് ശരി. അപ്പൊ നമ്മുടെ അപ്പൊ നമ്മളിപ്പോ ഒരു കല്യാണത്തിന് പോവാണെങ്കിൽ പോലും അവിടെ ഒരു വിശ്വാസി അവന്റെ നിലയും വിലയും വിട്ട് കളിക്കൂല. ചില ആളുകൾ കല്യാണത്തിന് പോയാൽ അങ്ങ് മറക്കും. നിസ്കാരം പോലും മറക്കും. അതായത് സത്യവിശ്വാസി ആ ഒരു ലിമിറ്റിന്ന് വിട്ടു സത്യവിശ്വാസി കളിക്കില്ല. അവൻ ആ കൃത്യസമയത്ത് ബാങ്ക് കൊടുക്കും. ഏതൊരു അവസരത്തിലാണ് അവന് നിസ്കാരത്തെ കുറിച്ച് ചിന്ത ഉണ്ടാവും, അവൻ പോയി നിസ്കരിക്കും. കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കുകയും ചെയ്യും. എന്നാൽ ഒരു 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 കല്യാണം വരുമ്പോഴേക്കും നിസ്കാരവും ഇല്ല, എല്ലാം മറന്ന്
അങ്ങനെ ഒരു ദിവസമേ ജീവിതത്തിൽ ഇല്ലാത്ത പോലെ ജീവിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതാ പറയാ, നമ്മളുടെ ജീവിതത്തിൽ ഓരോന്നും വരുമ്പോഴും അതിൽ നിന്നൊന്ന് മാറി നിൽക്കുക എന്നുള്ള സത്യവിശ്വാസിയുടെ ജീവിതമല്ല കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒളിച്ചോടി ഒരു മൂലൊക്കെ പോയി ജീവിക്കുക എന്നുള്ളത് സത്യവിശ്വാസിക്ക് പറ്റിയതല്ല. എല്ലാത്തിനും നമ്മൾ പങ്കെടുക്കും, പക്ഷെ നമ്മൾ മുഅ്മിനായി പങ്കെടുക്കണം. അവിടെയാണ് വ്യത്യാസം കാണിക്കേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജീവിതം കാഴ്ചവെച്ച് മരിച്ചു പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സമയം കഴിഞ്ഞു. അത്തരത്തില് ഓരോ ജീവിതവും അള്ളാഹു നമുക്ക് തന്ന ആയുസ്സിലെ ഓരോ നിമിഷവും, നമ്മുടെ ഓരോ ദിവസങ്ങളും, നമുക്ക് അള്ളാഹ് ഇട്ടുതരുന്ന ഓരോ അവസരങ്ങളും, നമുക്ക് ഇട്ടുതരുന്ന ഓരോ പരീക്ഷണങ്ങളും വേദനകളും രോഗങ്ങളും എല്ലാം പടച്ചവനെ നിന്റെ പ്രീതി കിട്ടുന്ന തരത്തിലുള്ള ആ ഒരു സമീപനം സ്വീകരിക്കുവാനും അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുവാനുള്ള ഞങ്ങൾക്ക് ഈമാൻ നൽകി നീ അനുഗ്രഹിക്കണേ നാഥ. അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലും അവസരങ്ങളിലും ഒക്കെ എങ്ങനെ പിടിച്ചു നിൽക്കണം എന്നുള്ള ഒരു അറിവ് പടച്ചവനെ ഞങ്ങൾക്ക് നീ നൽകണേ നാഥ. അത്തരത്തിലുള്ള അറിവ് ലഭിച്ചതിന് ശേഷം ആ അറിവിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു വിൽ പവർ പടച്ചവനെ ഈ ഒരു സമൂഹത്തില്, തിന്മയുടെ ലോകത്ത്, തിന്മകൾ നിറഞ്ഞ എല്ലാവരും അള്ളാഹ്ക്കെതിരെ തിരിഞ്ഞ് അള്ളാഹിന്റെ ഇഷ്ടങ്ങളെ മാനിക്കാതെ ജീവിക്കുമ്പോ അതിലൊരാൾ ഞാനാണെങ്കിൽ പോലും ആ ഇഷ്ടത്തിനനുസരിച്ച് എന്റെ ജീവിതത്തെ പിടിച്ചു നിർത്താൻ അള്ളാഹുവെ നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്താൻ അള്ളാഹു ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ പടച്ചവനെ. അങ്ങനെ നിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ, നീ തെരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. അങ്ങനെ മരണസമയത്ത് ഈമാനോടുകൂടി മരിക്കുവാനും യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ എന്ന് പറയുന്ന ആ ഒരു മരണം കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ പടച്ചവനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ.